പച്ചരി 2 മണിക്കൂർ കുതിർത്തിയ ശേഷം വെള്ളത്തിൽ നിന്ന് വാരിയെടുത്ത് അരയ്ക്കുകയാണ്. നന്നായി കഴുകിയതിന് ശേഷം അരച്ച് വെച്ചതിന് ശേഷം നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കുകയാണ്. ഈ പാകമാകുമ്പോൾ നിർത്തുക. എന്നിട്ട് അരച്ച് വെച്ച അരിപ്പൊടിയും ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് മൈദ ആഡ് ചെയ്തു. പിന്നെ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ചെറുതായി അരിഞ്ഞ നാളികേരം ചേർത്ത് കൊടുക്കുക. അത് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. വല്ലാതെ കരിഞ്ഞു പോകണ്ട, കാരണം ഇത് ഉണ്ണിയപ്പത്തിലും കിടന്ന് ഒന്നും കൂടെ ഇത് മൂത്ത് വരും. അപ്പോൾ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയാൽ മതി. ഈ പാകമാകുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇത് നേരത്തെ കൂട്ടി വെച്ച മിക്സിയിലേക്ക് ചേർക്കണം. അത് ചേർത്ത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഏലക്കാപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതും ഈ മാവിൽ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തതിനു ശേഷമാണ് നാളികേരം ചേർക്കുന്നത്. നാളികേരം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഈ പരുവത്തിൽ വേണം മാവ്. ഇനി കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഉണ്ണിയപ്പച്ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ചിലർ ഓയിലൊക്കെ സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യും. വെളിച്ചെണ്ണയിലാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ അത്യാവശ്യം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറേശ്ശായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. വല്ലാതെ നിറയുന്ന രീതിയിൽ ഒഴിക്കരുത്, അപ്പോൾ അത് പൊട്ടി ഒലിച്ച് ഷേപ്പൊക്കെ അതുപോലെ ആവും. ഇനി മറിച്ചിട്ട് നമ്മൾ പാകമായി കഴിഞ്ഞൊരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് ഊരി എടുക്കാം. മറിച്ചിട്ട് 2 സൈഡും അത്യാവശ്യം വെന്ത് കഴിയുമ്പോൾ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പം അങ്ങനെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി അതിൻ്റെതായൊരു ടേസ്റ്റും ഉണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.